ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് എനിക്കൊരു ഓഫുള്ള ദിവസമാണ്. അപ്പോൾ ഞാൻ രാവിലെ ഓർത്തു വന്ന് ഇച്ചിരി മീൻകറിയൊക്കെ വെച്ചേക്കാം. നല്ല പത്തനംതിട്ട സ്റ്റൈൽ കുടംപുള്ളിയൊക്കെ ഇട്ട് വെച്ച മീൻകറിയാണ്. അന്നേരം നിങ്ങളെ കൂടെ റെസിപ്പി കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു. ഒത്തിരി പേർക്കൊക്കെ അറിയാവുന്ന റെസിപ്പിയാണ്. എന്നാലും അറിയാത്തവർക്കും ആദ്യമായിട്ട് കുക്ക് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നവർക്കും ഇത് നല്ല ഹെൽപ്ഫുള്ളായിട്ടൊരു വീഡിയോ ആയിരിക്കും. അപ്പം കാണാൻ മറക്കരുത്. നല്ല കുടംപുളിയൊക്കെ ഇട്ട് വെച്ച മധ്യ തിരുവിതാംകൂർ സ്റ്റൈൽ മീൻ കറി. അപ്പോൾ റെസിപ്പി കണ്ടാലോ? ഇതിന് അത്യാവശ്യമായിട്ട് ഞാൻ എടുത്തേക്കുന്ന സാൽമൺ ആണ്. ഒരു 1.5 കിലോ സാൽമൺ കഴുകി വൃത്തിയാക്കിയത് ഞാൻ എടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് കടുക് വറുക്കാനായിട്ട് കൊച്ചുള്ളി ഒരു 8-9 എണ്ണം എടുത്തു, ഒരു 4-5 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കറിവേപ്പില, അതുപോലെ കുടംപുളിയാണ് ഞാനിവിടെ ഇടുന്നത്. കടുക് വറുക്കാനായിട്ട് കടുക്, ഉലുവ, പിന്നെ ചേർക്കാൻ മഞ്ഞൾപ്പൊടിയും നല്ല കാശ്മീരി മുളക് പൊടിയാണ് എടുത്തേക്കുന്നത്. പിന്നെ മറക്കണ്ട കറിവേപ്പില, ഇറ്റ്സ് എ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഓക്കെ, ആദ്യം ഞാൻ നമ്മുടെ കുടംപുളി എന്ത് ചെയ്തു, നന്നായിട്ടൊന്ന് കഴുകിയിട്ട് അത് ഞാൻ ഒരു 2 കുഞ്ഞ് പീസ് എടുത്തുള്ളൂ. കാര്യം ഇത് ഭയങ്കര നല്ലോണം പുളിയുള്ള ഒരു കുടംപുളിയാണ്. വീട്ടിൽ ഉണങ്ങിയതാണ്, അതുകൊണ്ട് നല്ല പുളിയുള്ളത്. അതുകൊണ്ടാണ് ഞാൻ 2 കുഞ്ഞ് പീസ് എടുക്കുന്നുള്ളൂ. അതിലേക്ക് കുറച്ച് ചൂടുവെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. അപ്പം ആ പുളിയിലെ പുളി നന്നായിട്ട് ഇറങ്ങിയിട്ട് നമ്മൾ കറിയിൽ ചേർക്കുമ്പോൾ വേഗം അത് ടേസ്റ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഒന്ന് കഴിക്കണേലോ പിറ്റേ ദിവസം രാവിലെ കഴിക്കുമ്പോഴത്തേക്ക് നല്ല പ്രോപ്പർ ടേസ്റ്റ് ആയിരിക്കും. ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞ് പീസ്, അത് ഞാൻ 4 പീസാക്കി എടുത്താൽ കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ചുമന്നുള്ളി, കൊച്ചുള്ളി, കട്ട് സ്മോൾ പീസസ്. ഇത് ഫ്രോസൺ ആണ് കേട്ടോ, അതുകൊണ്ട് നല്ല തണുപ്പോടെ അത് അരിയാനായിട്ട്, ഫ്രോസൺ കൊച്ചുള്ളി അരിയാനായിട്ട് ശ്രമിക്കുക. കാര്യം തണുപ്പ് പോയി കഴിഞ്ഞാൽ പിന്നെ അരിഞ്ഞെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതായിട്ട് ഞാൻ അരിയാൻ പോകുന്നത് നമ്മുടെ വെളുത്തുള്ളിയാണ്. നീളത്തിൽ അരിയാനായിട്ട് ശ്രമിക്കണം. കാരണം അത് ആ കറിക്കകത്ത് ഫൈനലി കിടക്കുമ്പോൾ ഉണ്ടല്ലോ, അത് ആ വെളുത്തുള്ളി എടുത്ത് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ്. കഴിച്ചിട്ടുള്ളവർക്ക് അതറിയാം. അപ്പം ആ നീളത്തിൽ അരിയുവാണെങ്കിൽ നമുക്കത് വേഗം കറിക്കകത്തുനിന്ന് എടുക്കാനും എളുപ്പമായിരിക്കും. അത് പ്രത്യേക ഒരു ടേസ്റ്റാണ് കഴിക്കാൻ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, എന്നിട്ട് പറയണം എങ്ങനെയുണ്ട് അതിൻ്റെ ടേസ്റ്റെന്ന്. ഇനിയും വെളുത്തുള്ളി അരിഞ്ഞു. അതിനുശേഷം നമുക്ക് വേണ്ടത് ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയാണ്. അത് നീളത്തിൽ അരിഞ്ഞതിന് ശേഷം ആ അരിഞ്ഞ പീസിനെ നമ്മൾ കുഞ്ഞായിട്ട് കുനുകുനാന്ന് ചോപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് ഒത്തിരി അങ്ങ് കുഞ്ഞായി പോകണ്ട. നമുക്ക് അതിനകത്ത് കിടന്നൊന്ന് വഴണ്ട് കിട്ടുമ്പോൾ അത് കടിക്കാനും കിട്ടുന്ന ഒരു പ്രത്യേക സുഖം കേട്ടോ. നല്ല വലുത് പീസായിട്ട് ഇടാതിരിക്കാനും ശ്രമിക്കുക. അപ്പം നമുക്കിനി മീൻകറിയുടെ പ്രിപ്പറേഷനിലേക്ക് പോയാലോ? അടുപ്പ് കത്തിച്ച് ചട്ടി വെക്കണം. ചട്ടി ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാകണം. ആ ചൂടായതിനു ശേഷം മാത്രമേ നമ്മളതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാവുള്ളൂ. അപ്പോൾ ചട്ടി വെച്ച് ചൂടാക്കാൻ പോവുകയാണ്. അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നു. ഇവിടെ തണുപ്പായതുകൊണ്ട് രാവിലെയൊക്കെ ആകുമ്പോഴത്തേക്ക് വെളിച്ചെണ്ണ ഇങ്ങനെ ഉറഞ്ഞിരിക്കും. ഒന്ന് വെളിച്ചെണ്ണ ചെറുതായിട്ടൊന്ന് ചൂടാവണം. ചെറുതായിട്ടൊന്ന് ചൂടായതിനു ശേഷം ചട്ടി ഒന്ന് കറക്കി ആ വെളിച്ചെണ്ണ ആ ചട്ടിയുടെ എല്ലാ ഭാഗത്തും ഒന്ന് ആക്കാനായിട്ട് ശ്രമിക്കുക. ഇത് മീൻ അടി പിടിക്കാതിരിക്കാനും അതുപോലെ തന്നെ വേഗം ഒന്ന് കുക്കായി കിട്ടാനുമായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ചട്ടിയുടെ എല്ലാ ഭാഗത്തും നമ്മുടെ വെളിച്ചെണ്ണ ഒന്ന് എത്തിയിട്ടുണ്ട്. അപ്പോൾ ചട്ടി നന്നായിട്ടൊന്ന് പ്രോപ്പറായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്ക് എണ്ണയും ചൂടായി. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കണം. കടുകിട്ടു. അത് 2-3 സെക്കൻഡ് കഴിയുമ്പോൾ പൊട്ടുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഒന്ന് ആ എണ്ണയ്ക്കകത്ത് കിടന്ന് മൂത്ത് ആ ഫ്ലേവർ ആ എണ്ണയിലേക്ക് ചേരും. ഇതായിപ്പോൾ ഇവിടെ നമ്മുടെ കടുകൊക്കെ പൊട്ടിത്തുടങ്ങി. ഇനി അടുത്തൊരു ബോംബ് സ്പൂണിന് നമ്മൾ ഇടാൻ പോവാണ്. അതാണ് നമ്മുടെ കറിവേപ്പില. ചെറുതായിട്ട് വെള്ളമയം ഉള്ളതുകൊണ്ട് ഇതാ ഒരു പൊട്ടിത്തെറിയോടെ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കറിവേപ്പിലയും അതിനകത്തൊന്ന് വറുത്ത് ആ കറിവേപ്പിലയുടെ ഫ്ലേവർ നമ്മുടെ എണ്ണയ്ക്കകത്ത് ഇറങ്ങി കഴിയുമ്പോൾ നമ്മൾ ഇഞ്ചി ചോപ്പ് ചെയ്തതും വെളുത്തുള്ളി ചോപ്പ് ചെയ്തതും അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ചേർത്തിട്ട് ഒരു 2-3 സെക്കൻഡ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ അതിനകത്ത് ഫ്ലേവറും ഇറങ്ങി ഈ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഒന്ന് നന്നായിട്ട് വാടി ഒന്ന് ചെറുതായിട്ടൊരു കളർ ചേഞ്ച്, ഒന്ന് കരിഞ്ഞു പോകരുത്. ഒരു ചെറിയ കളർ ചേഞ്ച് വരാൻ തുടങ്ങുമ്പോഴത്തേക്ക് നമ്മളതിലേക്ക് നമ്മുടെ ചുവന്നുള്ളി ചേർത്ത് കൊടുക്കണം. എനിക്കിപ്പോൾ കാണാം ആ ഒരു വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെയൊക്കെ ഒരു കളർ ചെറുതായിട്ടൊന്ന് മങ്ങി തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്താണ് നമ്മുടെ കൊച്ചുള്ളി നമ്മൾ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിൻ്റെ ഒന്ന് കളറൊക്കെ ഒന്ന് മാറി ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്ക്
ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ചേർക്കുന്നത് 4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്. അത് നമുക്ക് എരിവനുസരിച്ച് എരിവ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ചേർക്കാം. വീട്ടിൽ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവർ ആയതുകൊണ്ട് ഞാൻ അത്രയും എരി പ്രിഫർ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഒരു 4 ടേബിൾ സ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത് കാശ്മീരി മുളക് പൊടി കേട്ടോ. അപ്പോൾ നമ്മുടെ കളറും കിട്ടും, എന്നാൽ വലിയ എരിയും കാണത്തില്ല. അതൊന്ന് ചെറുതായിട്ടൊന്ന് എണ്ണയ്ക്കകത്ത് കിടന്നൊന്ന് മൂക്കണം. അപ്പോൾ ഒത്തിരി കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോകാതിരിക്കാൻ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നമ്മൾ ഓൾറെഡി പുളി പിഴിഞ്ഞ് വെച്ച വെള്ളമുണ്ടോ, ആ ചൂടുവെള്ളത്തിലെ ലേശം ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇളക്കി പേസ്റ്റാക്കി എടുക്കുമ്പോഴത്തേക്ക് വേഗം മുളക് പൊടി കരിഞ്ഞു പോകത്തുമില്ല. എന്നാൽ നമ്മുടെ മുളക് പൊടി നന്നായിട്ട് വറുത്ത് കിട്ടുകയും ചെയ്യും. അതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ആദ്യം. പിന്നെ വേണമെങ്കിൽ ആവശ്യം പോലെ നമുക്ക് പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ബാക്കി വെള്ളവും നമ്മുടെ പുളി പിഴിഞ്ഞ് വെച്ചേക്കുന്ന വെള്ളം ആദ്യം ചേർക്കണം. അതിനുശേഷം നമ്മൾ കുറച്ചുകൂടെ ചൂടുവെള്ളം ചേർത്ത്, കരിമീൻ കുറച്ചേറെ ഉള്ളതുകൊണ്ട് അത് മുങ്ങി കിടക്കാനുള്ള വെള്ളം നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ച് നമ്മളൊന്ന് അടച്ച് വെച്ച് തിള വരുത്താൻ വേണ്ടി പോവുകയാണ്. അപ്പം അപ്പോഴേ നമ്മൾ മീൻ ചേർക്കുന്നില്ല. ആദ്യം ഞാൻ ആ മുളക് വെള്ളം ഒന്ന് അടച്ച് വെച്ച് തിളപ്പിക്കാൻ പോവാണ്. ഒരു 3-4 മിനിറ്റ് ആയപ്പോഴത്തേക്ക് നമ്മുടെ മുളക് വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനിയാണ് ഞാനതിലേക്ക് മീൻ ഓരോന്നോരോന്നായിട്ട് പറക്കിയിടാൻ പോവുകയാണ്. അപ്പോൾ ഇടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മുടെ മീൻ നെകക്ക വേണം വെള്ളം. അപ്പം മീൻ വെള്ളത്തിൽ നെകക്ക മുങ്ങിക്കിടക്കണം. എന്നാൽ മാത്രമേ പ്രോപ്പറായിട്ട് വേഗത്തുള്ളൂ. നമുക്ക് മീൻ ചാറോട് കൂടി മീൻകറി എടുക്കാൻ, മീൻ ഒത്തിരി ചാറ് വറ്റിപ്പോവാതെ നമുക്ക് മീൻകറി എടുക്കണമെങ്കിൽ ഈ നെകക്ക ലെവലിൽ വേണം നമുക്ക് മീൻ ചാറ് വേണ്ടത്. അപ്പം അഥവാ ഇച്ചിരി കുറഞ്ഞു പോയാൽ ഈ സമയത്ത് നമ്മൾ ചൂടുവെള്ളമോ അല്ലെങ്കിൽ വെള്ളമോ ഒഴിച്ച് കൊടുത്താൽ മതി. കാര്യം വീണ്ടും നമ്മൾ തിളപ്പിക്കാൻ പോലെ. അപ്പോൾ അടച്ച് വെച്ച് നമ്മൾ വീണ്ടും തിളപ്പിക്കുകയാണ്. അതിനിടയ്ക്ക് ഒരു 4-5 മിനിറ്റൊക്കെ ആകുമ്പോൾ ഒന്ന് തുറന്ന് നമ്മൾ തവി ഇട്ടിളക്കൽ ഒന്ന് ചെറുകെ ഒന്ന് അനക്കി കൊടുക്കുക. അല്ലെങ്കിൽ നമ്മളൊന്ന് ചട്ടി ഒന്ന് പതുക്കെ കറക്കി കൊടുത്താലും അല്ലെങ്കിൽ ഒന്ന് ഇളക്കി കൊടുത്താലും മതി. അപ്പം മീനിൻ്റെ ആ ഒരു ചൂട് എല്ലാ ഭാഗത്തും, നമ്മുടെ തീയുടെ ചൂട് എല്ലാ ഭാഗത്തും ചെല്ലുകയും അരപ്പ് എല്ലാ ഭാഗത്തോട്ടും മിക്സ് ആവാനുമായിട്ട് അത് സഹായിക്കും. അപ്പം വീണ്ടും ഒരു 5 മിനിറ്റ് കൂടെ ഞാൻ അടച്ചു വെച്ചു, തിളപ്പിച്ചു. ഇവിടെ കണ്ടോ, നമ്മുടെ മീൻകറി ഗുളുഗുളുവും തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ കണ്ടോ, മീൻകറിയുടെ കളറൊക്കെ മാറി നല്ല ചുമന്നൊരു കളറുമായി. നമ്മുടെ മീനിലോട്ട് ആ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ മീൻകറി ഇവിടെ റെഡിയായി. മണ്ടയ്ക്ക് നല്ലോണം എണ്ണയും തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം നെകക്കെ വെള്ളം പറ്റിയിട്ടുമുണ്ട്. ഇതാണ് ഒരു ബെസ്റ്റ് ടൈം നമ്മുടെ മീൻകറി നമുക്ക് ഓഫ് ചെയ്യണമെന്ന് മനസ്സിലാക്കുന്ന സമയം. അപ്പോൾ ആ സമയത്ത് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ മണ്ടയ്ക്കൂടെ ഒഴിച്ച് ഒരു കറിവേപ്പില ഇട്ട് എടുക്കണം. അത് ഞാൻ ഇതിനകത്ത് കാണിക്കാൻ മറന്നു, എൻ്റെ വീഡിയോ എന്തോ ഡിലീറ്റ് ആയിപ്പോയി. അപ്പോൾ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിനൊരു ബെസ്റ്റ് കോമ്പിനേഷനാണ്. തൈരും ഇച്ചിരി മീൻകറിയും കൊണ്ടുണ്ടെങ്കിൽ വേറെ ഒരു കൂട്ടാനും വേണ്ട. നിങ്ങളെല്ലാവരും മീൻകറി ട്രൈ ചെയ്ത് നോക്കണം. കണ്ടോ അതിൻ്റെ കളറ്. ഇത് അന്ന് വൈകിട്ട് കൂട്ടുവോ അല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ കൂട്ടാനോ നല്ല ടേസ്റ്റ് ആയിരിക്കും. മീൻകറി ഇരിക്കും തോറും ടേസ്റ്റ് കൂടുമെന്നാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും മീൻകറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ, വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ നല്ല നല്ല വീഡിയോസിനായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ വാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്തൊരു നല്ലൊരു റെസിപ്പിയുമായിട്ട് ഉടനെ തന്നെ ഞാൻ എത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ ആൻഡ് ലവ് യു ഓൾ.